സിനിമകളല്ലേ, വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ അവസാനം ആ പാട്ട് വരുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ഇമോഷണലി ബ്രേക്ക് ആവും. സർവൈവ് ചെയ്ത് വരുമ്പോൾ പണ്ട് നമ്മൾ മാളൂട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു മലയാളത്തിലെ സർവൈവ് നല്ല രീതിയിൽ മേക്ക് ചെയ്തേക്കുന്നത് അത്രയും സൗകര്യങ്ങളല്ലല്ലോ. അതെ അതെ, വെരി വെൽ. ഇഷ്ടപ്പെട്ടു. മാഡത്തിന് ഇഷ്ടപ്പെട്ടോ? നല്ല മൂവിയാണ്. മോനോ ഇഷ്ടപ്പെട്ടു? ആരെയും ഇഷ്ടപ്പെട്ടെ? നന്നായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു മൂവി? സിനിമ നന്നായിട്ട് അടിപൊളിയായി, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഭയങ്കര ഒരു ഇതല്ലേ അതൊക്കെ, നമുക്ക് വളരെ മനസ്സിനെ പിടിച്ചിരിക്കുക കുറെ നേരം സിനിമ. നമ്മുടെ മക്കൾക്ക് പഠിക്കാനുമായിട്ടും ചില കാര്യങ്ങളിൽ ചെന്ന് എല്ലാവർക്കും ഉള്ള ഒരു പാഠം, അത് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഗവൺമെന്റ് എന്താ വെച്ചാല് ഇങ്ങനത്തെ കുറച്ചതൊക്കെ സ്ഥലത്തൊക്കെ അവർ അതിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പൊ അതിലില്ല. അവിടെ ഒരാളുണ്ടായിരുന്നു, അവിടെ പോയിന്നാ പറയണേ. അതുകൊണ്ട് അപ്പൊ നല്ലൊരു മൂവി ആയിരുന്നു അല്ലേ? നല്ല മൂവിയാണ്, വളരെ നല്ല മൂവിയാണ്. കരയാനൊക്കെ സങ്കടം വന്നു കുട്ടികളെയൊക്കെ ആലോചിച്ചപ്പോൾ. ഇത് വളരെ നല്ല പടം. ഈ അടുത്ത കാലത്ത് ഇത്രയും നല്ലൊരു സർവൈവൽ ത്രില്ലർ മലയാളത്തിൽ വന്നിട്ടില്ല. നമ്മുടെ ലാസ്റ്റ് 2018 വന്നതിന് ശേഷം നന്നായിട്ട് ഫുൾ ക്രൂ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സിനെ സെലക്ട് ചെയ്തതായിക്കോട്ടെ എല്ലാം വളരെ നന്നായിട്ട്. ആർട്ട് വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും മരമൊക്കെ ചെയ്തതെന്നാ പറഞ്ഞേ? അതെ അതെ അതെ, അതൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒറിജിനൽ ആയിട്ടാണ് നമുക്ക് ഫുള്ള് തോന്നിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടു അല്ലേ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സീനുണ്ട്, ആ സീൻ ഞാൻ പറയുന്നില്ല, പക്ഷെ ആ സീനിൽ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും. അങ്ങനത്തെ ഒരു സീൻ. കുഞ്ഞുമൽ ബോയ്സ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, നമ്മുടെ ഒരു സർവൈവൽ ത്രില്ലർ എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ എലമെന്റ്സും ചേർന്ന ഒരു മൂവിയാണ്. എല്ലാ ഫീലും ഉണ്ടായിരുന്നു ശരിക്കും. ശ്രീനാഥ് വാസു കേവിലേക്ക് വിടുമ്പോൾ നമുക്ക് സത്യത്തിൽ ഭയങ്കര ഒരു ഫീലായിരുന്നു. പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അതെ അതെ, നല്ല കൈവിടാതെ കാര്യം കാണാൻ മാത്രം ഒരു സൗഹൃദം പാടി. അതെ അതെ, ഒരുപാട് ഒരുപാട് ഓക്കെ ഓക്കെ, താങ്ക് യു. നല്ല മൂവിയാണ്. ഏത് എലമെന്റ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടെ? ഫ്രണ്ട്ഷിപ്പിന്റെ ആണോ? ഫ്രണ്ട്ഷിപ്പിന്റെയും പിന്നെ ആ ഒരു സെൽഫ്ലെസ് ആയിട്ട് അവരെന്താ ഇറങ്ങി രക്ഷിക്കാൻ നോക്കിയല്ലേ. അതെ അതെ, നല്ല കൂട്ടുകാരൊക്കെ വേണമെന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അതെ അതെ അതെ, ഇതുപോലൊന്നും നമുക്കില്ലല്ലോ എന്നുള്ളൊരു അല്ല, നമ്മളായിരുന്നു അങ്ങനെ വീണിരുന്നെങ്കിൽ എങ്ങനെ അതെ അതെ, ആ സിറ്റുവേഷനില് അതെ വേറെ ആരും ആയിരുന്നെങ്കിൽ അങ്ങനെ ഇറങ്ങി രക്ഷിക്കില്ലല്ലോ. ഓക്കെ 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 ഓക്കെ. മ്യൂസിക്കും ആർട്ടും ഒക്കെ നന്നായിരുന്നില്ലേ? ഓക്കെ, താങ്ക് യു. നമ്മുടെ പിള്ളേരെ വന്നുകൊണ്ട് കാണിക്കേണ്ട ഒരു സിനിമയാണല്ലേ? കാരണം അവർക്ക് കുറെ ഒരു അവയർനെസ്സും കൂടെ കൊടുക്കാനുള്ള ഒരു മൂവി. ഓക്കെ, മേക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല മൂവിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഓക്കെ, നമ്മുടെ ഓക്കെ, ചില ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ അവരുടെ ജീവൻ കളഞ്ഞ് നമ്മളെ രക്ഷിക്കാനായിട്ട് അല്ലേ? ഓക്കെ, അപ്പൊ നല്ലൊരു മെസ്സേജ് ആയിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? കുഴപ്പമില്ല, നല്ല തുടങ്ങുമ്പോട്ട് അവസാനം വരെ ഭയങ്കര ത്രില്ലായിരുന്നു. ഓക്കെ, എൻ്റെ സോബിന് ആക്ടിങ് വളരെ നൈസ്. ആൻഡ് ഓൾ ദ ടീം വാസ് ഡൺ വെരി വെൽ. ഓക്കെ, ഫ്രണ്ട്ഷിപ്പിന്റെ നല്ലൊരു പോർട്രേറ്റ് ആണ്, ഒരു ടീം വർക്കാണ് അവിടെ എടുത്ത് കാണിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അതൊക്കെ വളരെ വിരളമാണ്, എങ്കിലും അവരത് നന്നായിട്ട് ചെയ്തു. മഞ്ഞുമൽ ബോയ്സ്, വെരി ഗുഡ്, ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ ഓക്കെ, താങ്ക് യു. അടിപൊളിയാണ്. അടിപൊളിയാണ്. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നന്നായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, ട്രൂ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി. അതെ അതെ, ഓക്കെ. അപ്പൊ കൂട്ടുകാരോടൊക്കെ പറയുമോ വരാൻ വേണ്ടിട്ട്? ഉറപ്പായിട്ട് പറയും. ഓക്കെ ഓക്കെ, താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട്? അടിപൊളി മൂവി ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഗൂസ് ബംസ് പിന്നെ ഈ സെക്കൻഡ് ടൈമാണ് ആക്ച്വലി ഞാൻ കാണുന്നത്. ഫസ്റ്റ് ഷോ കൊണ്ടാണ്, ഇനിയിപ്പോ ഫാമിലി ആയിട്ട് ഒന്നും കൂടെ രണ്ടാമത് കാണാണ്. ഓക്കെ, നമ്മുടെ ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഒക്കെ കണ്ടിരിക്കേണ്ട ഒരു മൂവി. എല്ലാ ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും പറ്റിയതാണ്. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 2000 ആ ക്യാരക്ടർ ഏജ് അല്ലേ, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. ഇമോഷണലി റോളർ കോസ്റ്റർ ആയിട്ട് അവസാനം മറ്റേ പാട്ടൊക്കെ വരുമ്പോ വേറെ ലെവലായി പോയി. ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു നല്ലൊരു വശം കൂടെ ഇതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പാട്ടിന്റെ ഒരു ഇതുണ്ടല്ലോ, പഴയ തമിഴ് പാട്ട്, അതിന്റെ ആ ഒരു മീനിങ് തന്നെ വേറെ ലെവലിലാക്കി കാണിക്കുമ്പോ അതൊരു ഭയങ്കര
സംഭവമായിരുന്നു. അത് മഞ്ഞുമൽ ബോയ്സ് സീൻ മാറ്റി. അതെ സീൻ മാറ്റി. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പോ മലയാളം സിനിമയുടെ ഗോൾഡൻ ടൈമാണ്. ഇപ്പൊ ഉള്ള പടങ്ങളെല്ലാം ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അശ്വന്ത് ഗോക്കിനെ പോലത്തെ റിവ്യൂവേഴ്സ് ഒക്കെയാണ് അതിന്റെ റെസ്പോൺസുകൾ എനിക്ക് തോന്നുന്നത്. നല്ല കാര്യമാണ് അത്. തട്ടിക്കൂട്ട് പടങ്ങളൊന്നുമില്ല, നല്ല സ്റ്റഫ്, കുറച്ചും കൂടി ഒരു ഉത്തരവാദിത്തം ഉള്ള ജോലി ചെയ്യാൻ തുടങ്ങി അല്ലേ? ഹാർഡ് വർക്ക് ചെയ്ത ഹോംവർക്ക് ചെയ്ത പടങ്ങളാണ്. അതിന്റെ റിസൾട്ട് കാണാനുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് വന്നപ്പോഴേക്കും ഫുള്ളായിരുന്നു. ഇപ്പോഴും അതേപോലെ ഫുള്ള് തന്നെയാണ്. 2-3 ദിവസങ്ങളായിട്ട് ഏകദേശം തിയേറ്ററുകളെല്ലാം ഫുള്ളാണ്. ടിക്കറ്റ് കിട്ടാനില്ല. ഇപ്പൊ നമ്മുടെ കൂടെ വരാനുള്ള കുറെ പേര് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി അടുത്ത ദിവസം അവര് വരും. അപ്പൊ വെരി ഹാപ്പി.